ദക്ഷന്റെ ബാക്കി 26 പുത്രിമാരും ദക്ഷന്റെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്. ചന്ദ്രൻ ഇങ്ങനെ ഈ വാക്കുകളൊന്നും പാലിക്കുന്നില്ല, എപ്പോഴും രോഹിണിയുടെ കൂടെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പരാതി പറയുകയാണ്. അങ്ങനെ ദക്ഷൻ പ്രകോപിതനായി ചന്ദ്രനെ വന്ന് ഉപദേശിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, നീ ചെയ്തത് തെറ്റാണ്, മറ്റു ഭാര്യമാരെയും നീ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ ചന്ദ്രൻ ഇതൊന്നും ചെവികൊണ്ടില്ല. പിന്നെയും പഴയ പോലെ തന്നെ രോഹിണിയുടെ പുറകെ തന്നെയായിരുന്നു ചന്ദ്രൻ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെയും ഈ മറ്റ് ഭാര്യമാർക്ക് വിഷമമുണ്ടാവുകയും അങ്ങനെ അവര് ദക്ഷന്റെ അടുത്ത് പിന്നെയും പരാതി പറയുകയും, അങ്ങനെ ദക്ഷൻ പ്രകോപിതനായിട്ട് മക്കളുടെ സങ്കടം കണ്ട ദക്ഷൻ ചന്ദ്രനെ ശകാരിച്ചെങ്കിലും ചന്ദ്രൻ രോഹിണിയോടുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒടുവിൽ ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. നിന്റെ ശോഭ നശിച്ചു പോകട്ടെ, നിനക്ക് ക്ഷയം ബാധിക്കട്ടെ, നിന്റെ പ്രഭ നശിക്കട്ടെ എന്ന് പറയുന്നു. ഇതിന്റെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നു.